എനിക്കിവിടെ സാക്ഷ്യം പറയാനായിട്ട് അമ്മ മാതാവ് തന്ന ഈ ഒരു അനുഗ്രഹത്തിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജലി, ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ 2024 ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ അതിന് മുമ്പൊക്കെ പല പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട് എൻ്റെ അമ്മയുടെ കൂട്ടത്തിൽ. എൻ്റെ അമ്മയായിരുന്നു ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത ആൾ. അപ്പം അമ്മയിലൂടെയാണ് ഞാൻ ഈ കൃപാസനത്തിലേക്ക് എത്തുന്നത്. ഞാൻ 2021 നേഴ്സിംഗ് BSc നഴ്സിംഗ് പാസ് ഔട്ട് ആയിട്ടുള്ള ആളാണ്. അന്ന് തൊട്ട് ഞാൻ OET എഴുതുന്നതാണ്. എൻ്റെ പുറത്ത് പോകണം, ജോലി ചെയ്യണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് അന്ന് തൊട്ട് ഞാൻ എക്സാം എഴുതാൻ തുടങ്ങി. 10 പ്രാവശ്യം ഞാൻ എക്സാം എഴുതി. ഞാൻ 10 പ്രാവശ്യവും തോറ്റുപോയി. പോകുന്നത് ഓരോ മാർക്കിനായിരിക്കും ഓരോ സബ്ജക്റ്റ് പോകുന്നത്. 3 സബ്ജക്റ്റ് കിട്ടും, 4ാമത്തെ ഒരു സബ്ജക്റ്റ് 1 മാർക്കിന് പോകും. അങ്ങനെ 10 പ്രാവശ്യം ഞാൻ OET എഴുതി. 10 പ്രാവശ്യവും ഞാൻ അതിൽ പരാജയപ്പെട്ടു. വളരെ സങ്കടത്തോടു കൂടിയാണ് ഓരോ പ്രാവശ്യവും എക്സാം എഴുതുന്നതും അതുപോലെയാണ് ആ എക്സാമിനെല്ലാം ഞാൻ ഒരുങ്ങുന്നതും. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ തൊട്ട് എൻ്റെ കയ്യിൽ കാശ് രൂപമുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ എക്സാമിന് ഒരുങ്ങുമ്പോഴും ആ കാശ് രൂപം കൈ പിടിച്ചുകൊണ്ടായിരിക്കും ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടാണ് പഠിക്കുന്നത്. അതുപോലെ ഞാൻ എക്സാം എഴുതാൻ പോകുന്ന സെൻറ്ററും അതിലെൻ്റെ എക്സാമിന് വരുന്ന ഇൻ്റർലൊക്കേറ്ററിനെയും എല്ലാവരെയും സമർപ്പിച്ച് ആണ് മാതാവിനോട് പ്രാർത്ഥിച്ചാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്. 10 പ്രാവശ്യം എഴുതിയിട്ട് ഞാൻ പരാജയപ്പെട്ടു. വളരെ ബുദ്ധിമുട്ടും വിഷമത്തോടും കൂടി ആയിരുന്നു. ഞാൻ ഒരു പ്രാവശ്യവും കൂടെ മാതാവിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പരീക്ഷ എഴുതി. ഞാൻ ശരിക്കും പരീക്ഷ നിർത്താനായിട്ടിരുന്ന ഒരാളാണ്. പിന്നെയും ഞാൻ എൻ്റെ പഠിച്ച ജോലി എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം കൊണ്ടും ഞാൻ പിന്നെയും പരീക്ഷയ്ക്ക് വേണ്ടി ധൈര്യം സംഭരിച്ച് പരീക്ഷ എഴുതാനായിട്ട് പോയി. ഓരോ ദിവസവും ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തപ്പോൾ തൊട്ട് ആ ദിവസവും എനിക്ക് വരുന്ന ഇൻ്റർലൊക്കേറ്ററിനെയും എല്ലാവരെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ കാശ് രൂപം കൈ പിടിക്കാൻ അനുവാദം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് ഞാൻ കൈ പിടിച്ചുകൊണ്ട് പോയി പരീക്ഷ എഴുതി. ഞാൻ എക്സാമിന് റിസൾട്ട് വന്നപ്പോഴും ഞാൻ വളരെ വിഷമിച്ച് ഇനിയും പോവുമോ 1 മാർക്കിനെന്നുള്ള പേടിയിൽ നിൽക്കുമായിരുന്നു. പക്ഷേ അമ്മ മാതാവിനെ രക്ഷിച്ചു. ഞാൻ ആ 11ാമത്തെ എക്സാമിന് പാസ്സാവുകയും ചെയ്തു. എനിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഹോമിൽ തന്നെ എനിക്ക് നേഴ്സായിട്ട് തന്നെ എനിക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. ഞാൻ ജോലിക്ക് കയറുകയും ചെയ്തു. ജോലിക്ക് കയറിയിട്ട് ആദ്യമായിട്ട് ഞാൻ വന്ന വരവാണ് ഈ പ്രാവശ്യം. അപ്പോൾ ഈ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ എനിക്ക് മാതാവിൻ്റെ അടുത്ത് വന്ന് എനിക്ക് സാക്ഷ്യം പറയണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വന്നു, സാക്ഷ്യം പറയുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വിവാഹം അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ ആഗ്രഹിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ കല്യാണം ഓടി വരികയും ചെയ്തു. അതുപോലെ തന്നെ കല്യാണം പെട്ടെന്ന് തന്നെ ഡേറ്റ് എല്ലാം ആവുകയും കല്യാണം ഈ ഒരു മഴയുള്ള ഈ ഒരു കാലാവസ്ഥയെ പോലും ഒരു ബുദ്ധിമുട്ട് പോലും ഇല്ലാതെ ഞാൻ കല്യാണത്തിന് അന്ന് തിരിച്ച് വീട്ടിൽ വന്ന് നട കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഴ പെയ്യുന്നത്. അത്രയും കരുതലോടും സംരക്ഷണത്തോടും കൂടി എൻ്റെ കല്യാണത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇത് കൂടാതെ ഓരോ നല്ല നല്ല അനുഭവങ്ങൾ മാതാവിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. മാതാവിൻ്റെ ഇടപെടലുകളും എല്ലാം. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്ന എല്ലാ ഇടപെടലുകൾക്കും എല്ലാ നന്മകൾക്കും 1000 നന്ദി ഞാൻ അമ്മ മാതാവിന് പറയുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള കാശ് രൂപം എപ്പോഴും ഞാൻ കയ്യിൽ കാശ് രൂപം പിടിച്ചുകൊണ്ടായിരിക്കും. നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്ന എല്ലാ സന്ദർഭങ്ങളും ഞാൻ കൈ കൊണ്ടുപോയി നടന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നും തന്നെ രാവിലെയും വൈകുന്നേരവും ഞാൻ ഇവിടുത്തെ പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ നെറ്റിയിൽ വിശ്വാസപ്രമാണം ചൊല്ലി കുരിശു വരച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ അങ്ങനെയുള്ള ഇതിലൂടെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോകുന്നത്. ഞാൻ ചെയ്യുന്നത് എൽഡർലിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്രായമുള്ളവരെയാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ജോലിയിലൂടെ എനിക്കതാണ് ചെയ്യാൻ പറ്റുന്നത്. പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ പ്രായമുള്ള അപ്പച്ചൻ അമ്മച്ചിമാരെ അവരുടെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുക എന്നുള്ള കാര്യങ്ങളാണ്. അതുപോലെ എന്നാൽ കഴിയുന്ന രീതിയിൽ എനിക്കുള്ളതുപോലെ ഞാൻ എല്ലാ പരോപകാര പ്രവൃത്തികളും ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നോളം എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 66-ാം അധ്യായം 9 വാക്യങ്ങൾ. അവിടുന്ന് നമ്മുടെ ജീവൻ കാത്തു പാലിക്കുന്നു, നമ്മുടെ കാലിടറാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് അഞ്ജലി ജോയ് കോട്ടയം തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. 2021 മുതൽ പാസ് ഔട്ടായിട്ട് അതിനെ തുടർന്നുകൊണ്ട് OET എക്സാം എഴുതുന്നുണ്ടായിരുന്നു. എന്നാലും അത് ചെറിയ മാർക്കുകളോടുകൂടി പരാജയപ്പെടുകയാണ് ചെയ്തത്. എന്നാലും 10 തവണ എഴുതിയിട്ടും 10 തവണ അത് വിജയിക്കുവാനായിട്ട് സാധിച്ചില്ല. എന്നാലും ഇനി ഇത് നിർത്തിയാലോ എന്നുള്ള വിചാരത്തോടു കൂടി ലാസ്റ്റ് എക്സാം 11ാമത്തെ എക്സാം എഴുതുമ്പോഴും അത് ഉടമ്പടിയോട് ചേർന്നുകൊണ്ടാണ് ആ എക്സാം എഴുതുവാനായിട്ട് തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നത്. ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ മാതാവ് ഉറപ്പായിട്ടും വിജയം നൽകുന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് അഞ്ജലി ജോയിയെ ഈ എക്സാം പാസ്സാകുവാനും താൻ ആഗ്രഹിച്ചതുപോലെ ജോലിയൊക്കെ ലഭിക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ
ഈ മകളുടെ ജീവിതത്തിലെ നിരവധി അനുഗ്രഹങ്ങളിലൂടെ അമ്മ മാതാവ് അനുഗ്രഹിക്കുകയും ചെയ്തു. തൻ്റെ തൊഴിലിനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് താൻ ശുശ്രൂഷകളും കാരുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിലും പരിശുദ്ധമായ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് അഞ്ജലി ജോയ് ഉയർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ നിയോഗങ്ങളും പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് നമ്മളെയും ഉയർത്തട്ടെ എന്ന് നമുക്ക് എൽത്താരയിൽ പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.